ശ്രീ ജയചന്ദ്രൻ, ഈ കേസ് ഇതിലെ ഒരു ലീഗൽ സൈഡ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഡോക്ടർ വിനീത് കുമാറുമായിട്ട് അക്കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സിനിമാ മേഖലയുടെ പ്രതിനിധികൾ എന്ന നിലയിലാണ് നമ്മുടെ ഈ ചർച്ചയിലേക്ക് വിനു മോഹനും ഇപ്പോൾ നമ്മൾക്കൊപ്പം കുഞ്ഞികൃഷ്ണൻ മാഷും ഉള്ളത്. ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിന്ന കുറേയേറെ ഇന്നത്തെ ഒരു വാർത്താ സ്വഭാവം താങ്കൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസിൻ്റെ ഇതിലെ അന്വേഷണ സംഘത്തിൻ്റെ ഇടപെടൽ, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൊഴിയെടുക്കൽ, അതുപോലെ തന്നെ കേസെടുത്ത വാർത്താ സിദ്ദിഖിനെതിരെ കേസെടുത്തത്, ഇപ്പോൾ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, മറ്റ് പലതിലും പരാതികൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് തുടരുന്നുണ്ട്. അതൊരു ഭാഗത്ത്. ഇതിനിടയിൽ തന്നെയാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇതിനുമപ്പുറത്ത് സിനിമാ രംഗത്തെ മറ്റു ചില തർക്കങ്ങൾ കൂടി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഫെഫ്കയ്ക്കെതിരെ ഇപ്പോൾ 2 സംവിധായകരുടെ വരവ്, അപ്പോൾ അത് ആ സംഘടനയുമായി ബന്ധപ്പെട്ട നിലയിലേക്ക് കൂടുതൽ ചർച്ചകൾ വഴിമാറാൻ ഇടയുണ്ട്. അത് വേറൊരു സംഘടനാപരമായ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിന് നേരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളുമൊക്കെയാണ്. അത് നേരിട്ട് ഈ രീതിയിൽ വരുന്നതല്ല. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ, അതേസമയം തന്നെ താരസംഘടനയുടെ ആ കൂട്ടരാജി എന്നതിൽ ശരിയായെന്നും ശരിയായില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളുമൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അതാകെ നിരീക്ഷിച്ചപ്പോൾ ഈ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളെല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സവിശേഷതയിൽ നിന്ന് താങ്കൾക്ക് തോന്നുന്ന പ്രത്യേകത എന്താണ് ഈ കാര്യങ്ങളിൽ? ശരത്തെ, ഞാൻ ഈ താരസംഘടനയെപ്പറ്റി ചോദിച്ചതിൽ നിന്ന് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് എൻ്റെ പിന്നാലെ പറയുകയും ചെയ്യാം. ഈ താരസംഘടനയിലെ ഉണ്ടായിട്ടുള്ള രാജി എന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാതെ കാണാൻ കഴിയുന്നത് അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനമാണ് താരസംഘടനയിലെ പ്രഗത്ഭന്മാരായ നടീനടന്മാരുൾപ്പെടെയുള്ളവർ കാണിച്ചിട്ടുള്ളത്. അത് ഞാനത് പറയാൻ കാരണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ വിശദമായി നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്വാഗതം ചെയ്യുന്നതൊക്കെ സിദ്ദിഖ് രാജിവെക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു വാർത്താ സമ്മേളനത്തിൽ. പക്ഷേ ഇവരിത് വായിച്ചിട്ടേയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക. വേണ്ട, അത് വായിക്കാൻ അവർ മെനക്കെടണ്ട. 20-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ ഒരു വാർത്താ സമ്മേളനം ഉണ്ടല്ലോ, അതെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ അവർക്ക് അതെങ്കിലും ഒന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചെങ്കിൽ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെ ഏതാണ്ട് 52 പേരോളം മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരെല്ലാം ആദ്യം പലർക്കും നോട്ടീസ് ഹേമ കമ്മിറ്റി അയച്ചപ്പോൾ അവർ വരാൻ തയ്യാറായില്ല. വീണ്ടും അവർക്ക് പേഴ്സണലി നോട്ടീസ് അയച്ചിട്ട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കും എന്ന നോട്ടീസിൽ തന്നെ ഹേമ കമ്മിറ്റി ഉറപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് മൊഴി കൊടുത്തതും പല കാര്യങ്ങളും വെളിപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി 20-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റിയെ ഉദ്ധരിച്ച് ഇങ്ങനെ 2-3 വാചകങ്ങൾ പറഞ്ഞത്. അതിലിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: "We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. I would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner." എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി എന്ന് മുഖ്യമന്ത്രിയാണ് കേരളത്തോട് 20-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഈ പറഞ്ഞ 50-ഓ 50-ന് മേലെയോ 50-നടുത്തോ ഉള്ള ആൾക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പക്കൽ സർക്കാർ ഇതിന് ബാധ്യസ്ഥമായിരിക്കണം എന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്തെഴുതി. ആ കത്തെഴുതിയ ഡേറ്റ് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയുമല്ലോ. ആ ഫെബ്രുവരി 2020 ഫെബ്രുവരി 19-നാണ് ആ കത്ത് എഴുതുന്നത്. അത് ഇവരൊന്ന് വായിച്ച് പഠിക്കേണ്ടത്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വമെങ്കിലും വായിക്കേണ്ടത് ഈ സ്വകാര്യത വെളിപ്പെടുത്താൻ പാടുണ്ടോ, അത് വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചർവണം എന്ന നിലയിലേക്ക് ചർച്ച ചെയ്യാൻ പാടുണ്ടോ? അമ്മ എന്ന സംഘടന അത്ര ചർച്ച പോയിട്ട് അത്ര ഒരു ആശയം പോലും നടന്നിട്ടില്ലല്ലോ. എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് മുഴുവനും മറ്റ് കുറേ ആൾക്കാർ ഉന്നയിച്ച ആരോപണങ്ങളാണല്ലോ. നടികൾ ഉണ്ട്, ചില നടന്മാരുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഈ ഉണ്ണികൃഷ്ണനെതിരെയുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 25-ാം തീയതി മറ്റൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നുണ്ട്. മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്തു. മാധ്യമങ്ങളെല്ലാം ചാനലുകളെല്ലാം അന്ന് തന്നെയും
പത്രങ്ങളിലും പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ച അതിൽ ഇങ്ങനെ പറയുന്നു: സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബഹുമുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് 25/8 വിളിച്ചു ചേർത്തു. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് IG ശ്രീ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഉൾപ്പെടുന്ന സംഘം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരുടെ പേര് ഉൾപ്പെടെ പറയുന്നത്, 7 പേരുടെ പേര്. അങ്ങനെയാണത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിന് പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നതിന് ശേഷം, അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. ഹൈക്കോടതി വിഷയം പരിശോധിച്ചിട്ട് സെപ്റ്റംബർ 10 കേസ് പരിഗണിക്കാൻ വെക്കുന്നു. അപ്പോൾ സർക്കാർ അഫിഡവിറ്റ് സീൽഡ് കവറിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതൊക്കെ സർക്കാർ അംഗീകരിക്കുന്നുമുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അപ്പോഴും അമ്മ എന്ന സംഘടനയുടെ, താരസംഘടനയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഈ സ്വകാര്യത, സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റിയോട് വെളിപ്പെടുത്തിയ വ്യക്തികളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? അതാണോ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതെങ്കിൽ നമ്മുടെ നിലപാടെന്തായിരിക്കണം? ആ നിലപാടാണ് ഇവർ ചർച്ച ചെയ്യാത്തത്. ശരത്തെ നിലപാടില്ലായ്മ, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വമില്ലായ്മ. ഇറസ്പോൺസിബിൾ ടു ദ കോർ എന്ന് പറയാവുന്ന തരത്തിലുള്ള സീറോ റെസ്പോൺസിബിലിറ്റി ആണ് ഇവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ, പഠനവിധേയമാക്കുന്ന കാര്യത്തിൽ, തങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്ന കാര്യത്തിൽ, അത് പൊതുസമൂഹത്തെ അറിയിക്കുന്ന കാര്യത്തിൽ, സർക്കാരിനോട് പറയുന്ന കാര്യത്തിൽ ഒക്കെ പരാജയപ്പെട്ടത്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ അതിനോടൊപ്പം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വിനു മോഹൻ ആദ്യം പറഞ്ഞില്ലേ കുറേയധികം വെൽഫെയർ മെഷേഴ്സ് ചെയ്യുന്നത്. ശരിയാണ്. അത് ചെയ്യണമെങ്കിൽ അമ്മയെ താങ്ങി നിർത്തുന്നത് എക്കാലവും അതിനെ ചുമലിലേറ്റുന്ന സൂപ്പർ താരങ്ങളുടെ നേതൃത്വമാണ്. അപ്പോൾ അവർ ആ നേതൃത്വത്തിൽ നിൽക്കുക എന്നുള്ളത് അമ്മയുടെ ആവശ്യം, ആ സംഘടനയുടെ ആവശ്യമായിട്ട് വരുന്നത്. ഇത്തരം പരിപാടികൾ നടക്കണമെങ്കിൽ, ഒരു ഷോ നടത്തിയാൽ അതിന് റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ, അവിടുന്ന് കളക്ഷൻ ഉണ്ടാകുന്നതിനൊക്കെ സൂപ്പർ താരങ്ങളുടെ സഹായം വേണം. അതുകൊണ്ടാണ് അവരുടെ നേതൃത്വത്തിൽ നിൽക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് വരട്ടെ എന്ന് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. പൃഥ്വിരാജ് വരാൻ തയ്യാറാവാത്തത് മോഹൻലാലോ മമ്മൂട്ടിയോ നയിക്കുന്ന അത്രയും വെയിറ്റേജ്, അത്രയും ഒരു തലപ്പൊക്കം ഇവർക്ക് കിട്ടില്ല എന്ന് പൃഥ്വിരാജിന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. അത് അദ്ദേഹം മറച്ചു വെക്കുന്ന ആളുമല്ല. കാര്യങ്ങളിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ പൃഥ്വിരാജ്. അപ്പം മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മരിച്ചുപോയ ഇന്നസെൻറ്റിൻ്റെയോ തലപ്പൊക്കത്തിൽ നിന്ന് വളർത്താൻ കഴിയുന്ന സംഘടന, ആ തരത്തിൽ നിലനിർത്താൻ കഴിയുന്ന ആൾക്കാർ വേണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ശ്രീ ജയചന്ദ്രൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് പൃഥ്വിരാജ് വ്യത്യസ്തമായി പറഞ്ഞു. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, സംഘടനയ്ക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ പരാതികൾ പരിഗണിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും. ജഗദീഷ് പറഞ്ഞത് പുതിയ തലമുറ വരട്ടെ നേതൃത്വത്തിലേക്ക് എന്നാണ്. അങ്ങനെ വരുന്ന അത് തന്നെ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഒരു സ്വാഭാവികമായ സൂചന അതിലുണ്ട്. താങ്കൾ പൃഥ്വിരാജിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇപ്പോൾ തന്നെ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ടൊവിനോയുണ്ട്. ടൊവിനോയ്ക്ക് അടക്കമുള്ളവർക്ക് അതിൽ അതൃപ്തി ഉണ്ട് എന്ന വാർത്തയാണ് ഇന്ന് കൂടുതലായി വന്നിട്ടുള്ളത്. അങ്ങനെ വന്നൊരു പുതിയ ലീഡർഷിപ്പിൻ്റെ ഒരു ക്യാരക്ടർ അതിലേക്ക് വരാനിടയുള്ള ആളുകൾ, താങ്കളുടെ ഒരു ഗസ് എങ്ങനെയാണ്? ഇനി 2 മാസം കൊണ്ട് ജനറൽ ബോഡി ഉണ്ട്, അതൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ അതിനകത്ത് ഞാൻ കാണുന്നില്ല ഇവരിൽ നിന്ന്, മോഹൻലാലിൽ നിന്നോ മമ്മൂട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അത്രയും വലിയ താരപരിവേഷമുള്ള നടന്മാർ അല്ലാതെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ട് അമ്മ എന്ന താരസംഘടനയ്ക്ക് എന്തെങ്കിലും കാതലായ ഒരു പരിവർത്തനം സംഭവിക്കാൻ കഴിയുന്ന നിലയിലല്ല ആ സംഘടന ഫിലിം ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം താരങ്ങളുടെ ചുമലിലേറിയേ ആ സംഘടനയ്ക്ക് ഇനിയും പോകാൻ കഴിയൂ. അത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. പൃഥ്വിരാജിനൊക്കെ അല്ലെങ്കിൽ ടൊവിനോയ്ക്കൊക്കെ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനൊക്കെ ഇനി വരും കാലങ്ങളിൽ അത് ചുമലിലേറ്റാനുള്ള കെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാം. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ എനിക്ക് ഈ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്ന കാര്യം.